മോളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടിലെ പണിയൊന്നും എടുക്കണ്ടെന്ന്. വീട്ടിലെ പണിയെടുക്കാൻ നല്ലൊരു പാപ്പേനെ പഠിച്ചോൻ തന്നിട്ടില്ലേ? മോള് പോയിട്ട് റെസ്റ്റ് എടുക്ക്. പോടി പോടി പോടി, ഇറങ്ങാണ്ട് പോ. എന്റെ ബാപ്പ വീടൊന്നും വൃത്തിയായില്ല, തുടക്കി നല്ലോ. ആ പിടിഞ്ഞു തുടക്ക, അങ്ങനെ തന്നെ. ആട് ജീവിതം പോലെ ആയല്ലടാ എന്റെ വീട് ജീവിതം. ഓക്കെ, ഇപ്പൊ സുഖമില്ലാത്ത കൊണ്ടല്ലേ ഈ പ്രകടന പത്രിക അല്ല, ഇതിന്റെ ഇലക്ഷനാ. പ്രഗ്നന്റ് ആയ കൊണ്ടല്ലേ? അല്ലേ ലോൺ തന്നെ എടുക്കൂലേ? നിന്റെ ഉമ്മ മരിച്ചിട്ട് 15 കൊല്ലായി. അന്ന് തുടങ്ങിയ വീട് പണിയാണ്. ഇന്നേ വരെ എനിക്ക് ഒരു സ്വസ്ഥത കിട്ടിയിട്ടില്ല. അതിന് വേണ്ടിട്ടല്ലേ ഞാൻ കല്യാണം കഴിച്ചേ. നിന്റെ കല്യാണം കഴിച്ചിട്ട് നിന്റെ ഓളാങ്കി നിന്റെ ഓള കാര്യം ഞാൻ നോക്കണം. ഓക്കാങ്കിൽ എല്ലാ വർഷവും പ്രകടന പത്രിക. പ്രഗ്നന്റ് എന്റെ ബാപ്പ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുത്തെ വീട്ടുപണിയെല്ലാം എടുക്കാനും ഓളെ നോക്കാനും ഒരാളല്ലേ വേണ്ടേ? അതെ, നമുക്കൊരു ഹോം നേഴ്സിനെ വെക്കാം. എടാ, ഹോം നേഴ്സിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയ ചെലവല്ലേ. ഓക്ക് മാസം മാസം ശമ്പളം കൊടുക്കണം, വലിയ പണിയാണ്. പിന്നെ എന്തെന്നാ ചെയ്യാ? ഇവിടെ ഒരു പെണ്ണ് വരണം. പെണ്ണ് വേണമെന്നാ? മനസ്സിലായിട്ടില്ല. അതാ ഇത് ഇവിടെ ഒരു കല്യാണം കഴിക്കണമെന്ന്. കല്യാണം കഴിച്ചോണ്ടൊരു പെണ്ണിനെ കൊണ്ടുവരണോ? സത്യായിട്ട്? അല്ലാണോ? നീ എന്തിനാ കരയുന്നേ? കരയുന്നല്ല, സന്തോഷം കൊണ്ടാണ്. അതെയാ? അല്ല പാപ്പ, എന്നേരം പിന്നെ നാട്ടുകാരില്ലെന്നാ പറയാ. നാട്ടുകാർ പലതും പറയും, അതൊന്നും നമ്മൾ ചിന്തിക്കാനേ പാടില്ല. എന്താ? ഞാൻ കാണിച്ച ഒറ്റ മിനിറ്റ്. ഇതാ നാട്ടുകാർ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിക്കടാ. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയില്ല. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുക, അതാണ് നമ്മുടെ ജീവിതം. നിങ്ങൾ ഈ റീൽസ് എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഭ്രാന്തായിട്ടേ? എടാ, നിനക്കാണ് ഭ്രാന്ത്, എനിക്കല്ല ഭ്രാന്ത്. നീ ഇതുവരെ സോഷ്യൽ മീഡിയക്ക് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. നീ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവണം. ആക്റ്റീവ് ആവണം. എന്റെ ബാപ്പ നിങ്ങൾ പറഞ്ഞ സത്യം തന്നെയാ. കല്യാണം കഴിക്കണം. പക്ഷെ സമ്മതിക്കൂല. നീ സമ്മതിക്കൂലേ? ഞാനല്ല, എന്റെ ഓള് സമ്മതിക്കൂല. ഓളെ സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ ഞാൻ ഓളെ സമ്മതിപ്പിക്കൂലേ? എന്നാ പിന്നെ അനക്ക് പൂർണ്ണ സമ്മതാണ്. നിങ്ങൾ ഓളോട് പറഞ്ഞിട്ട് ഓളെ സമ്മതം വാങ്ങും. അത് ഞാൻ സമ്മതിപ്പിച്ചോളാം. ആയിക്കോട്ടെ. എനിക്ക് ഫുള്ള് റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. നീ ലേഖടിക്കാണ്ട് വേഗം വാ. നീ ഈ അവസ്ഥയാ നമുക്കറിയാം. നീ പണിയൊന്നും എടുക്കൂല, ഭയങ്കര വിഷമത്തിലാന്നറിയാം. ഈ വീട്ടിലെ പണി മൊത്തം എടുക്കുന്ന ഞാനാണ്. നിന്റെ കെട്ടിയോനാങ്ക് ഒരു പണിയും എടുക്കൂല. അപ്പൊ ഈ വീട്ടില് ഒരു പെണ്ണ് വരണം. അതെന്താ ബാപ്പ, എന്നെ കണ്ടിട്ട് പെണ്ണായിട്ട് തോന്നുന്നില്ലേ? നീ പെണ്ണ് തന്നെ, പക്ഷെ നല്ലൊരു പെണ്ണ് വേണം. ഓ, വീട്ടു ജോലിക്കുള്ള ആളുടെ കാര്യമാണ് പറഞ്ഞേ. ഇത് ഞാൻ പറയാനിരിക്കുവായിരുന്നു ബാപ്പ. വീട്ടു ജോലിയും ചെയ്യണം, നമ്മുടെ കുടുംബകാര്യങ്ങളെ നോക്കി നടത്താൻ പറ്റിയ ഒരു പെണ്ണ്. ബാപ്പ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാനൊരു പെണ്ണ് കെട്ടിയാലോ? എന്റെ ബാപ്പ ഈ പ്രായത്തിലാ? എന്താ കുഴപ്പമുണ്ടോ ഈ പ്രായത്തിന്? അല്ല, പ്രായത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇക്ക സമ്മതിക്കൂല. ഇക്ക സമ്മതിച്ചൂന്ന്. ഓനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോണ്ടല്ല, ഓനിങ്ങനെ തുള്ളിച്ചാടി നടക്കുകയും. അല്ല, ഈ പ്രായത്തില് ഏടെന്ന് പെണ്ണിനെ കിട്ടും? ഇത് നോക്കിയാ ഇതിങ്ങനെ തോണ്ടി വിട്ടു കഴിഞ്ഞാല് ഇഷ്ടം പോലെ പിള്ളേർ ഇങ്ങനെ ക്യൂ നിൽക്കും. ഞാൻ സിംഗിൾ ആണ്, ഫ്രണ്ട്ഷിപ്പ് താല്പര്യമുണ്ട്, പ്ലീസ് കോണ്ടാക്ട്. ഇപ്പൊ വിളിച്ചാൽ ഈ മുറ്റത്ത് വരൂ. എന്റെ ബാപ്പ ഇത് ഫേക്ക് ആൾക്കാരാണ്. അപ്പൊ ദുബായ് പോണ്ടി വരും അല്ലേ? ഷെയ്ക്കിന്റെ ആൾക്കാരല്ലേ ഇത്? അയ്യോ അതല്ല, ഇത് ഫേക്കിന്റെ ആൾക്കാരാണെന്ന്. അതെ ബാപ്പാക്ക് ഇങ്ങനത്തെ പെണ്ണുങ്ങളൊന്നും വേണ്ട. നല്ല നാട്ടും പുറത്തുള്ള ശാലീന സുന്ദരികളായ ബാപ്പാക്ക് കഞ്ഞി വെച്ചേരുന്ന, ചൂടുവെള്ളം ഉണ്ടാക്കി തരുന്ന, കുഴമ്പിട്ട് തരുന്ന നല്ല മൊഞ്ചത്തി ഹണി റോസിനെ പോലത്തെ പെണ്ണ്. അതല്ലേ നീ ഉദ്ദേശിച്ചത്? എന്റെ ബാപ്പ 24 മണിക്കൂർ ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നാണ് ഈ പ്രശ്നം മൊത്തം. എന്റെ പൊന്നു മോളെ, ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ഞാൻ ഓളെ നോക്കിയിരിക്കുമല്ലോ, അപ്പൊ ഫോണൊക്കെ വിട്ടു പോവല്ല. അല്ല, അപ്പൊ വീട്ടിലെ പണിയൊക്കെ ആരെടുക്കും? ഞാൻ ഓളെ നോക്കിക്കൊണ്ട് മൊത്തം ഞാൻ വീട്ടുപണി എടുപ്പിക്കും. എന്നാ പിന്നെ കല്യാണത്തിന് ഞാനും സമ്മതിച്ചു.